സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് അത് നമ്മൾ പ്രതീക്ഷിച്ചതിലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരടക്കം പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് എന്നാണ് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അത്രമാത്രം വലിയ അടിയൊഴുക്കിനെ അതിജീവിക്കാൻ സാധിക്കുന്ന പോലുമില്ല നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് പോലും സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം. ഒപ്പം പ്രകൃതിയുടെ ഒരു വലിയ വിളയാട്ടം കൂടി ഉണ്ട് അവിടെ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികൂല സാഹചര്യം കൂടി, പ്രതികൂല കാലാവസ്ഥ കൂടി വില്ലനാകുന്ന ഒരു സാഹചര്യമുണ്ട് അർജുന്റെ തിരച്ചിലിന്. ഇന്നത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് വിനേഷ്? ഭവ്യ, ഇവിടെ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. മഴ ഇപ്പോഴും കാർമേഘം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണുള്ളത്. മഴ ഇന്നലെ രാത്രിയിലുണ്ടായിരുന്നു. ഇന്നും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്നലെ പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴയില്ലായിരുന്നു. അതായത് ഈ രക്ഷാദൗത്യം നടക്കുന്ന പ്രദേശത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒന്നും ഇന്നലെ മഴയില്ലായിരുന്നു എന്നുള്ളതാണ് നേരിയ ആശ്വാസം. പക്ഷേ ഇന്നും ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പരിസരത്ത് മാത്രമല്ല, ഇതിന് പുറത്തും അല്ലെങ്കിൽ ഈ ഗംഗാവാലി പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന നിരവധി ചെറുപുഴകളെല്ലാം ഇതിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്ന് പറയുന്നു. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആ മലയോര മേഖലയിലും അതുപോലെ തന്നെ ആ എവർഗ്രീൻ ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലങ്ങളുണ്ട്, മഴക്കാടുകൾ ചേർന്ന പ്രദേശമുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഗംഗാവാലി പുഴയിൽ വെള്ളം കൂടും, ആ ജലനിരപ്പ് ഉയരും, ഒപ്പം തന്നെ അടിയൊഴുക്കും ശക്തമായി വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. അതുതന്നെയാണ് ഇന്നും ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് കാര്യങ്ങൾ. ഈ മഴ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും മഴ പെയ്യാൻ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. എന്തായാലും ഇവിടെ 4 ദിവസത്തേക്കെങ്ങാനും ഇന്നലെ മുതൽ 4 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ടാണ് ഇവിടെയുള്ളത്. അതിൽ മാറ്റമൊന്നുമില്ല. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ രക്ഷാദൗത്യത്തിന് വിലങ്ങുതടിയാവുന്നത് ഇങ്ങനെയുള്ള മഴ തന്നെയാണ്. മഴ പൂർണ്ണമായും മാറി നിൽക്കണം. 2-3 ദിവസം മഴ പൂർണ്ണമായും മാറി നിൽക്കണം. അങ്ങനെ വരുമ്പോൾ ഗംഗാവാലിയിലെ ജലനിരപ്പ് താഴണം. ഒപ്പം തന്നെ ഈ അടിയൊഴുക്ക് ഒരു 3 നോട്ട്സിൽ എത്തി നിൽക്കണം. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് നേവിക്ക് ഇതിനകത്തേക്ക് ഡൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ റഡാറിൽ നിന്നുള്ള സിഗ്നൽ അനുസരിച്ചുകൊണ്ടുള്ള സ്ഥലത്ത് പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അത് കഴിയാതെ വന്നതുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികളായ മുങ്ങൽ വിദഗ്ധർ മാൽപേ സംഘത്തിനെ വിളിക്കുന്നത്. മാൽപേ സംഘം എത്തുന്നു. മാൽപേ സംഘം പക്ഷേ അവരുടെ കഴിയുന്ന രീതിയിൽ അവർ നന്നായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ ശക്തമായ അടിയൊഴുക്കിനെ അവർക്കും അതിജീവിക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അടിയൊഴുക്ക് മാത്രമല്ല, കലങ്ങി മറിഞ്ഞു പോകുന്നു, ചെളിയാണ് പോകുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ഈ പുഴയുടെ മധ്യത്തിൽ തന്നെ മൺകൂനയുണ്ട്. അതെല്ലാം തന്നെ കലങ്ങി ചെളിയായിട്ടുണ്ട്. ആ ഭാഗത്താണ് ഈ ലോറി ഉണ്ട് എന്ന് പറഞ്ഞ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ലോറി ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി സിഗ്നൽ കിട്ടിയിരിക്കുന്ന ഈ പുഴയിൽ നിന്ന് തന്നെ 1, 2, 3 ഭാഗങ്ങൾ പുഴയിൽ നിന്ന് തന്നെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആ ഭാഗത്തായിരിക്കും ഇന്ന് പ്രധാനമായും തിരയുക എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും മന്ത്രിമാരൊക്കെ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉണ്ട്, AK ശശീന്ദ്രനുണ്ട്, MLA പിന്നെ സച്ചിൻ ദേവ് ഉണ്ട്, അതുപോലെ തന്നെ ലിൻഡോ ജോസഫ് ഉണ്ട്, ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നേതൃത്വം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ രാവിലെ മുതൽ തന്നെ സജീവമായി ജില്ലാ കളക്ടറും എത്തുന്നുണ്ട്. ഇവിടുത്തെ MLA സതീഷ് കൃഷ്ണ സെയിൽ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഈ ലോറിക്ക് വേണ്ടിയും അർജുനു വേണ്ടിയും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നെങ്കിലും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നെങ്കിലും ഒരു പ്രതീക്ഷ, ആ ലോറി തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ നടക്കുമോ അല്ലെങ്കിൽ അത് സാധ്യമാകുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും വരും മണിക്കൂറുകൾ കാത്തിരുന്ന് കാണേണ്ടി വരും.